കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം അധ്യായം 26 ശ്ലോകം 21 ചെയ്ത് നിർത്തി അല്ലേ. വിവേകം വന്നതിന് ശേഷമുള്ള പുരൂരവസൻ്റെ ഗീതം ആണല്ലോ നമ്മൾ പറയണ. വിവേകം വന്നതിന് ശേഷം അപ്പോൾ കഴിഞ്ഞ ഈ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത് നമ്മൾ ഇന്നലെ നിർത്തിയത്? തൊലി, മാംസം, പിന്നെ ചോര, ഞരമ്പുകൾ, നാഡികൾ, കൊഴുപ്പ്, മജ്ജ, എല്ല്, ഇതിൻ്റെ ഇതെല്ലാം കൂടി ചേർന്നതല്ലേ ഒരു ദേഹം. മലം, മൂത്രം, ഇതൊക്കെ കട്ട പിടിച്ചിരിക്കണ ഈ ഒരു ശരീരത്തിൽ രമിക്കുന്നവർക്കും വളരെ വൃത്തികെട്ട മലമൂത്രത്തിൽ രമിക്കുന്ന കൃമികൾക്കും കൂടി എന്താ വ്യത്യാസം എന്നല്ലേ പറഞ്ഞതല്ലേ. ഇങ്ങനത്തെ ദേഹത്തിൽ രമിക്കുന്ന മനുഷ്യന്മാർക്കും കൃമികൾക്കും ചണ്ഡിത്തത്തിലൊക്കെ നിറച്ചുണ്ടാവണ ആ കൃമികൾക്കും തമ്മിൽ എന്താ വ്യത്യാസം എന്നാണ് പറഞ്ഞു നിർത്തിയത്. അതായത് അത്ര ഒരു എന്താണ് നശ്വരമല്ല എന്ന് മാത്രമല്ല, ശരിക്കും അകത്ത് മുഴുവൻ രക്തവും മാംസവും അങ്ങനെയുള്ളൊരു ദേഹമല്ലേ. ആലോചിച്ച് നോക്കിയാൽ അങ്ങനൊരു ദേഹത്തിൽ രമിക്കുന്ന ഒരാളും ഒരു കൃമിയും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തിയത്. 22 അഥാപി നോപസജ്ജേതാ സ്ത്രീഷു സ്ത്രൈണേഷു ചാർത്ഥവിദ് വിഷയേന്ദ്രിയ സംയോഗാൻ മനഃ ക്ഷുഭ്യതി നാന്യഥ. അർത്ഥം നോക്കാം. വിഷയേന്ദ്രിയ സംയോഗാത്, അതായത് വിഷയങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും വിഷയങ്ങളോടും ഇന്ദ്രിയങ്ങളോടും ഉള്ള സംഘത്താൽ തന്നെയാണ് എന്ത് മനഃ ക്ഷുഭ്യതി, മനസ്സ് നമുക്ക് ആജിറ്റേറ്റ് ആവണത്. ഈ വിഷയങ്ങളോടും ഇന്ദ്രിയങ്ങളോടും നമുക്കുള്ള അതിയായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്, ആഗ്രഹം, ആ വിഷയസുഖങ്ങൾ അനുഭവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മുടെ മനസ്സ് ക്ഷോഭിക്കപ്പെടുന്നത്. മനഃ ക്ഷുഭ്യതി അന്യഥ ഇല്ലെങ്കിൽ കലങ്ങുന്നില്ല. നമ്മൾ അതിലേക്ക് പോയില്ലെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തവും. അർത്ഥചിത്ത്, അതിനാൽ വിവേകം, ഇതിനെപ്പറ്റി ആലോചിക്കുന്നവർ, വിവേകികൾ, കുറച്ചെങ്കിലും വിവേകമുള്ളവർ, സ്ത്രീകളിലും, സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരിലും എന്ന് പറയാട്ടോ, ഒരേപോലെ തന്നെയാണല്ലോ. സ്ത്രീകളിലും, സ്ത്രൈണേഷു ച, സ്ത്രീകൾക്ക് അധീനമായവരിലും, അതായത് പുരൂരവസനെ പോലെ സ്ത്രീകളുടെ കയ്യിലൊരു കളിപ്പാവ ആയവരിലും, അഥാപി ഒരിക്കലും ഉപസജ്ജേത, അവരായിട്ട് ഒരിക്കലും സംഘം പാടില്ല. എന്താണ്? അതായത് ഇപ്പം നമ്മൾ കണ്ടുല്ലോ, വെറും ജഡദേഹമാണെന്ന് പറഞ്ഞു, കൃമികളെ പോലെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു വ്യത്യാസവും ഇല്ല പറഞ്ഞുല്ലോ. എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. എന്തായാലും ഈ സ്ത്രീകളായിട്ടുള്ളതും, സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരായിട്ടുള്ളതും, ഈ കാമാവേശം കൊണ്ട് ഈ സ്ത്രീകളെ ആണെങ്കിലും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അടിമപ്പെട്ട സ്ത്രീലമ്പടന്മാരായിട്ടുമൊക്കെ അവരുടെ കൂടെയൊക്കെ സംഘം ഒരിക്കലും അരുത്. കാരണം നമ്മളെയും അതിലേക്ക് വലിച്ചു കൊണ്ടുപോകും ഇന്ദ്രിയ സുഖങ്ങളിലേക്ക്. ചുരുക്കത്തിൽ അങ്ങനെയാണ്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും വളരെ വളരെ വേൾഡ്ലി ആയിട്ട്, അല്ലെങ്കിൽ വളരെ ഈ ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോണതും അതിലൊരുപാട് സന്തോഷം കാണുന്നവരുടെയും കൂടെ നമ്മളെ സംഘം അരുത് എന്നാണ് പറയുന്നത്. കാരണം സംഘം കൊണ്ട് എപ്പോഴും കുറേ സമയത്തെ സംഘം കൊണ്ടൊക്കെ നമ്മുടെ മനസ്സ് ക്ഷുഭിതാവുകയും അപ്പോൾ നമ്മളും അതുപോലെ ആവാൻ നല്ല സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് സ്ത്രീദേഹങ്ങളും പുരുഷൻ ദേഹങ്ങളെന്ന് പറയാം, സ്ത്രീലമ്പടന്മാരും ആയിട്ട് ഉള്ള സംഘം നമ്മളെ ഒട്ടും തന്നെ അരുത്. അതായത് അങ്ങനെയും കൂടിയും പറയണ്ട, വിഷയഭോഗികളായിട്ടുള്ളവരുടെ സംഘം നമ്മളെ നല്ലോണം കുറയ്ക്കണം, അല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിനെയും ക്ഷോഭിപ്പിക്കും. അഥാപി നോപസജ്ജേത, അതുകൊണ്ട് സജ്ജേത, അവരുടെ കൂടെ സംഘരുത്. സ്ത്രൈണേഷു ചാർത്ഥവിദ്, ആരാ? വിവേകികൾ. വിവേകം വന്നവർ ഒരിക്കലും അത് ചെയ്യരുത്. അത് ആലോചിച്ചിട്ട് മനസ്സിലാക്കണം. അതാണ്. ചിലപ്പോൾ പുരൂരവസന് നല്ല വിവേകം വന്നുവല്ലോ. വിഷയേന്ദ്രിയ സംയോഗാൻ മനക്ഷുഭ്യതി നാന്യഥ. ഇനി 23 അദൃഷ്ടാദശ്രുതാദ് ഭാവാന്ന ഭാവ ഉപജായതേ അസംപ്രയുഞ്ജത പ്രാണാൻ
ശാമ്യതി സ്ഥിമിതം മനഃ. ഇതിൽ അദൃഷ്ടാത് മുമ്പ് കാണാത്തതും, അശ്രുതാത് കേൾക്കാത്തതും, ഭാവാത് ഭാവഃ അതായത് ഇതുവരെ കേൾക്കാത്തതും കാണാത്തതുമായിട്ടുള്ള ഒരു വസ്തുവിൽ നിന്ന് എങ്ങനെയാണ് മനസ്സിൻ്റെ ക്ഷോഭം ന ഉപജായതേ ഉണ്ടാകുന്നില്ല. പ്രാണാൻ ഇന്ദ്രിയങ്ങളെ അസംപ്രയുഞ്ജത അതായത് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിലേക്ക് വിടാത്തവൻ്റെ മനസ്സ് സ്ഥിമിതം സ്ഥിരമായതായിട്ട് ശാമ്യതി അടങ്ങുന്നു. അപ്പോൾ എന്താ അറിയോ, നമ്മൾക്ക് കാണുകയും കേൾക്കുകയും ചെയ്തില്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും അറിയില്ലല്ലോ. അപ്പം നമുക്കതിനോട് ആഗ്രഹമോ അതനുഭവിക്കണം, ആ സുഖം അനുഭവിക്കണം എന്നുള്ള മോഹം ഒന്നും ഉണ്ടാവില്ല. കാണുകയും കുറച്ച് അനുഭവിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണല്ലോ കൂടുതൽ. അപ്പം ഇതിലെന്താ പറയുക വെച്ചാൽ നമ്മൾ ഇതുവരെ കാണാത്തതോ കേൾക്കാത്തതോ ആയ കാര്യങ്ങളിൽ നമ്മുടെ മനസ്സൊരിക്കലും ചെന്ന് പറ്റിപ്പിടിക്കാറില്ല. ഇതുവരെ കാണാത്ത. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, കുട്ടിക്കാലത്തൊക്കെ ഞാനൊക്കെ വളർന്ന പ്രായത്ത് പിന്നെ ടി വി ഇല്ല, അല്ലേ, റേഡിയോ പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റർടൈൻമെൻ്റ് ഒന്ന് കളിക്കുക, ലൈറ്റ് പോലും ഉണ്ടായിരുന്നില്ല ഞാൻ വളർന്ന പ്രായത്ത്. അപ്പോൾ സന്ധ്യ ആയാൽ പിന്നെ ഒന്നിനും പറ്റില്ല, ഊണഴിഞ്ഞു ഉറങ്ങി കുട്ടികൾ, അല്ലേ. വെളിച്ചമായാൽ കളിച്ചു, സാധനങ്ങളെടുത്ത് കളിച്ചു. അപ്പം നമുക്ക് പിന്നെ റണ്ണിങ് വാട്ടർ ഇല്ല, പൈപ്പില്ല, റണ്ണിങ് വാട്ടർ ഇല്ല, അല്ലെങ്കിൽ ലൈറ്റ് ഇല്ല എന്ന് ആലോചിക്കാൻ അറിയില്ല. ലൈറ്റ് ഉണ്ടായിട്ട് ഒരു ദിവസം ഉണ്ടായാലല്ലേ അങ്ങനെ ഉണ്ടാവാമായിരുന്നു തോന്നുള്ളൂ, അല്ലേ. എന്തും എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇതുവരെ കാണപ്പെടാത്തതോ കേൾക്കപ്പെടാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് മനസ്സൊരിക്കലും ചെന്ന് നിൽക്കില്ല. ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിലേക്ക് വ്യാപരിച്ചില്ലെങ്കിൽ മനസ്സ് നിശ്ചലായിട്ട് അടങ്ങും എന്ന് പറയുകയാണ്. അതായത് ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ മനസ്സിനെ ഓടാൻ സമ്മതിക്കുമ്പോഴാണ് നമുക്ക് ഈ മനസ്സ് ക്ഷോഭിക്കണതും ആഗ്രഹങ്ങൾ പൊന്തി വരണതും അതിൻ്റെ പിന്നാലെ ഓടണതും. അപ്പം നമ്മൾ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നമ്മളെ വ്യാപരിപ്പിക്കാതിരുന്നാൽ, അതിലേക്ക് പോവാൻ സമ്മതിക്കാതിരുന്നാൽ മനസ്സ് തന്നെ നിശ്ചലമാവും, ശാന്തമാവും എന്നാണ് പറഞ്ഞത്. അത് ശരിയാണല്ലേ. നമുക്ക് കാണാത്തതിനെ പറ്റി നമുക്ക് അതുണ്ടാവാറുന്നു തോന്നില്ലല്ലോ. അപ്പം അതിലേക്ക് നമ്മൾ പോവാൻ സമ്മതിക്കാണ്ടിരുന്നാൽ നമുക്ക് വേണമെന്നുണ്ടാവില്ല. അത് പക്ഷേ നമുക്ക് സംസർഗം കൊണ്ട് അത് ചിലപ്പോൾ പറ്റി പോവുമല്ലോ. ഇത് നല്ലതാണ് നമുക്ക് കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നാലെ പോയി അപ്പം നമ്മുടെ മനസ്സിന് അത്ര അടക്കം വന്നില്ലെങ്കിൽ അത് ഇഷ്ടമാണ് തോന്നും. അങ്ങനെയാണല്ലോ ഈ ദുർജന സംസർഗം കൊണ്ട് കമ്പനി ചീത്തയാവുമ്പോഴാണല്ലോ ആൾക്കാർ കുടിക്കാനും പിന്നെ ഈ ഗാംബ്ലിങ്ങിനും ഒക്കെ പോയി തുടങ്ങണത്, അല്ലേ. ആരും സ്വയം അങ്ങനെ പോണില്ലല്ലോ. എത്ര ശരിയാണല്ലേ. അദൃഷ്ടാത് അശ്രുതാത് ഭാവാന്ന ഭാവ ഉപജായതേ അസംപ്രയുഞ്ജത പ്രാണാൻ ശാമ്യതി സ്ഥിമിതം മന. അങ്ങനെ മനസ്സിനെ ഇന്ദ്രിയങ്ങളിലേക്ക് വിടാതിരുന്നാൽ മനസ്സ് തന്നെ ശാന്താവും, നിശ്ചലാവും. അതിന് പക്ഷേ സജ്ജന സംസർഗം വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ വിഷയികളിൽ നിന്ന് മാറി നിൽക്കൽ പ്രധാനമാണ്. അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിലൊക്കെ വളരെ ഇൻവോൾവ് ആവാതിരിക്കുന്നത് വളരെ പ്രധാനമാണ്. 24 തസ്മാത് സംഗോന കർത്തവ്യ സ്ത്രീഷു സ്ത്രൈണേഷു ചേന്ദ്രിയൈഃ വിദുഷാം ചാപ്യവിശ്രബ്ധ ഷഡ്വർഗ കിമുമാദൃശം. 24 ഷഡ്വർഗ ഏതാണ്? നമ്മുടെ ഷഡ്വൈരികൾ തന്നെയാണ് ഷഡ്വർഗം എന്ന് പറയുന്നത്. കാമം, ക്രോധം, ലോഭം, മോഹം, മദം, ആത്സര്യം, അല്ലേ. നമ്മൾ പല പ്രാവശ്യം വന്നതാണല്ലോ. ഈ ഷഡ് വർഗങ്ങളെ വിദുഷാമപി വിവേകികളും കൂടി അവിശ്രബ്ധ വിശ്വാസയോഗ്യങ്ങളല്ല. അതായത് ഈ ശത്രുക്കളെ വിവേകികൾക്കും കൂടി വിശ്വസിക്കുക. മാദൃശാം ച അപ്രകാരം ഇരിക്കുമ്പോൾ എന്നെപ്പോലെ ഉള്ളവരുടെ വിഷയങ്ങളെപ്പറ്റി, അതായത് ഭഗവാനെപ്പറ്റി കിമു പറയുകയും വേണമോ? അല്ല. അപ്പോൾ പുരൂരവസാണല്ലോ പറയണേ. പുരൂരവസ് പറയാണ്, നല്ല വിവേകം വന്നവർക്ക് കൂടി ഈ ഷഡ്വൈരികളെ പേടിക്കണം. കാമക്രോധ ലോഭമദമോഹ ആത്സര്യങ്ങൾ വന്ന് ആക്രമിക്കും വിവേകികളുടെ മനസ്സിനെ പോലും. അപ്പം പിന്നെ മാതൃശാം ച എന്നെപ്പോലെ ഒരു ഇന്ദ്രിയ ജയോ ഇല്ല, ഒരു മനോജയോ ഇല്ല, ശമവും ദമവും ഒന്നും വരാത്ത എന്നെപ്പോലുള്ളവരുടെ കാര്യത്തിനെ പറ്റി കിമു പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് പുരൂരവസ് പറയാണ്. വിവേകം വരാത്ത കാലത്തെ
ഇപ്പോൾ വിവേകം വന്നു. തസ്മാത് അതുകൊണ്ട് സ്ത്രീഷു സ്ത്രീകളോടും അല്ലെങ്കിൽ വിഷയികളായ പുരുഷന്മാരോടും നമുക്ക് പറയാം. സ്ത്രൈണേഷു സ്ത്രീകൾക്ക് അധീനമായവരെയും സ്ത്രീലംബരന്മാരുടെയും ഇന്ദ്രിയേഹി ഇന്ദ്രിയങ്ങളെ കൊണ്ട് സംഗഹ എന്ന കർത്തവ്യ നമ്മൾ സംഗമം അരുത്. ഇപ്പം നല്ലോണം പറയണം. എന്താ വെച്ചാൽ അതുകൊണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ ഒരു ഇന്ദ്രിയങ്ങളിലൂടെയും സ്ത്രീ ശരീരമായിട്ടോ വിഷയികളായിട്ടുള്ള പുരുഷന്മാരുടെ ശരീരമായിട്ടോ ഈ എന്നെപ്പോലുള്ള സ്ത്രീലമ്പടന്മാരുമായിട്ടോ, പുരൂരവസ് പറയാണ്, എന്നെപ്പോലുള്ള സ്ത്രീലമ്പടന്മാരുമായിട്ടോ ഒരിക്കലും സംഘം പുലർത്തരുത്. അതായത് സ്ത്രീകളുടെ കളിപ്പാവകളായിട്ടുള്ള പുരുഷന്മാരായിട്ടോ സ്ത്രീകളായിട്ടോ വളരെ വിഷയികളായിട്ടുള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇന്ദ്രിയങ്ങളിലൂടെ അവരായിട്ട് ഒരു സംഘവും അരുത് എന്നാണ് പറയുന്നത്. അതായത് ഈ ഇന്ദ്രിയങ്ങൾ വളരെ വിദ്വാൻമാർ, പണ്ഡിതന്മാർ, അറിവുള്ളവരെന്ന് നമ്മൾ പറയണേ പോലും ബാധിക്കണു ഈ ഇന്ദ്രിയങ്ങൾ. അല്ല, ഈ ഷഡ്വൈരികൾ അല്ലേ. ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ വിശ്വാമിത്രൻ്റെ തപസ്സിളക്കി ഇല്ലേ. അങ്ങനെ അല്ലാതെ നരനാരായണന്മാരെ മാത്രമേ ഉള്ളൂ എന്നുള്ള പോലെയാണ് അല്ലേ. പിന്നെ എത്ര മഹർഷിമാരെ തപസ്സിളക്കുന്നുണ്ട് അപ്സര സ്ത്രീകൾ വന്നിട്ട് പുരാണങ്ങളിൽ അല്ലേ. അതേപോലെ തന്നെയാണ് വിവാഹം കഴിഞ്ഞ് നല്ല സുഖമായിരിക്കുന്ന ഒരു ദമ്പതികളിൽ ഒന്നുകിൽ പിന്നെ ആ വൈഫിന് അല്ലെങ്കിൽ ഭർത്താവിന് വേറൊരാളായിട്ട് പ്രേമം തോന്നി പോവുക, അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നില്ല. അപ്പോൾ അത് പിന്നെ ഉർവശി അയക്കണതിൻ്റെ പോലെ തന്നെയാണ് അതൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. വലിയ വലിയ മുനിമാർക്ക് പോലും മനസ്സിന് ക്ഷോഭം വരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടുല്ലോ നാരായണ മഹർഷിമാർക്ക്, അവർക്ക് മാത്രം വന്നില്ല അല്ലേ. അപ്പോൾ പിന്നെ ഉർവശിയേക്കാളും ഭംഗിയുള്ള ഒരു സ്ത്രീയെ ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ എന്ന്. അതാണല്ലോ ഉർവശിയേക്കാളും ഭംഗിയില്ല. പിന്നെ എന്താണ്, അവിടുന്ന് അപ്സര സ്ത്രീകളെ അയച്ചു തപസ് ഇളക്കാനായിട്ട് നരനാരായണന്മാരെ. അപ്പം നരനാരായണന്മാരെ എന്താ ചെയ്തത്, തൻ്റെ ഊരൂന്ന്, തൻ്റെ തുടയെന്ന് ഇന്ദ്രൻ അയച്ച അപ്സര സ്ത്രീകളെക്കാളും ഭംഗിയുള്ള ഒരു സ്ത്രീ അങ്ങോട്ട് സൃഷ്ടിച്ചു. അതാണ് ഉർവശി, ഊരൂന്നുണ്ടായതല്ലേ. എന്നിട്ട് പറഞ്ഞു ഈ സ്ത്രീയും കൂടി നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ പറഞ്ഞു അല്ലേ. ആ ഉർവശിയാണ് ഇപ്പോഴത്തെ നരനാരായണന്മാർ സൃഷ്ടിച്ച ഉർവശിയാണ്. അപ്പോൾ അങ്ങനെ സാധാരണ നിലയ്ക്ക് വളരെ എളുപ്പമാണ് മനസ്സിനെ. അതുകൊണ്ടാണ് പറയണത് കാമം ക്രോധം എന്നുള്ളതൊക്കെ വിദ്വാൻമാരെയും അറിവുള്ളവരെ പോലും പിന്നെ അറിവുള്ളവർക്ക് പോലും അതിൻ്റെ പിടിയിൽ പെടാതിരിക്കാൻ വിഷമാണ്. അപ്പോൾ എന്നെപ്പോലുള്ള സ്ത്രീലമ്പടനായിട്ട് ഇന്ദ്രിയജയം ഇല്ലാത്ത മനോജയം ഇല്ലാത്ത ഒരാളുടെ കാര്യം പറയണോ അല്ലേ. അതുകൊണ്ട് അതുകൊണ്ട് സ്ത്രീലമ്പടന്മാരോടും സ്ത്രീകളുടെ അധീനം കളിപ്പാവകളായവരോടും വളരെ വിഷയികളായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരോടൊക്കെ ഉള്ള സംഘം നമ്മളെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അവരായിട്ട് ഒരു സംഘവും അരുത്. തസ്മാ സംഘോന കർത്തവ്യ സ്ത്രീഷു സ്ത്രൈണേഷു ചേന്ദ്രിയൈ വിദുഷാം ചാപ്യ വിശ്രബ്ധ ഷഡ്വർഗ കിമുമാദൃശം. ഇപ്പം ഇതിൽ ശരിക്കും എന്താ പറയണം വെച്ചാൽ നമുക്ക് സജ്ജന സംസർഗമാണ്, സത്സംഗമാണ് ഏറ്റവും വലുതെന്ന് പറയുകയാണ്. ഞാനങ്ങനെ പല ദിക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇതിനായിട്ടൊരു അധ്യായം തന്നെ എടുത്തു പിന്നെ വ്യാസഭഗവാൻ, അല്ലെങ്കിൽ ഭഗവാൻ പിന്നെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഉദ്ധവന് സത്സംഗത്തിൻ്റെ മഹിമ. കാരണം നമുക്ക് സംഘം അത്ര പ്രധാനമാണ്. പുസ്തകമായിട്ടുള്ളത് സത്സംഗമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും ഭാഗവതമൊക്കെ സത്സംഗം തന്നെയാണ്, നമ്മുടെ പുരാണങ്ങളൊക്കെ സത്സംഗമാണ്. അത്ര പ്രധാനമാണ് സത്സംഗം എന്നുള്ളത് തന്നെയാണ് പറയണത്. അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ കേൾക്കുക, നമ്മൾ പതിവുണ്ടല്ലോ, അതൊക്കെ സത്സംഗമാണ്. അത് ഏത് തരത്തിൽ. ഇപ്പം നമുക്ക് ഈ ഫോണൊക്കെ ഉണ്ടാവുകൊണ്ട് ഫോണിന് കുറേ പിന്നെ ചീത്ത ഉപയോഗങ്ങളുണ്ടെങ്കിലും വളരെ നല്ല ഉപയോഗങ്ങളും ഉണ്ട് അല്ലേ. എത്ര സമയം നമുക്കിതൊക്കെ നമുക്ക് എവിടെയും പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും കേൾക്കാം. അതൊക്കെ സത്സംഗം തന്നെയാണ്. ആ സത്സംഗത്തിൻ്റെ മഹിമ തന്നെയാണ് ഭഗവാൻ നമുക്കിതിൽ പറഞ്ഞു തരണം കേട്ടോ. ഇനി ഭഗവാൻ പറയുകയാണ്. അപ്പം അതോടെ നമ്മളെ 24 കൂടി പുരൂരവസിൻ്റെ ആ അയിള ഗീതം കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് പറഞ്ഞു തന്നു അല്ലേ നമുക്ക് പുരൂരവസൻ. കാരണം പുരൂരവസനെ അനുഭവിച്ചിട്ട് അതിന്ന് വൈരാഗ്യവും വിവേകം വന്ന ആളാണല്ലോ. ശ്രീ ഭഗവാൻ ഉവാച ഏവം പ്രഗായൻ നൃപദേവദേവ സ ഉർവശീ ലോകമധോ വിഹായ ആത്മാനമാത്മന്യവഗമ്യ മാം വൈ
ഉപാരമജ്ഞാനവിധൂതമോഹ. ഇനി എന്താ ഭഗവാൻ പറയണേ നോക്കാം നമുക്ക് കേട്ടോ. അതോ ഭഗവാൻ പറയണ ഒരു കാള് വന്നു, സോറി. പിന്നെ നൃപദേവദേവ, രാജാക്കന്മാരുടെയും രാജാവായിട്ടുള്ള ചക്രവർത്തിയായിട്ടുള്ള ആ പുരൂരവസ് ഏവം പ്രഗായൻ ഇപ്രകാരം പാടിക്കൊണ്ട് ഉർവശീലോകത്തെ വിട്ട് അഥോ ആത്മനി പിന്നീട് തന്നിൽ തന്നെ ആത്മാനം മാം അവഗമ്യ പരമാത്മാവായ എന്നെ അറിഞ്ഞിട്ട് ജ്ഞാനവിധൂത മോഹ വൈ ജ്ഞാനം കൊണ്ട് മോഹം മുഴുവൻ നീങ്ങിയവനായി, അല്ലെങ്കിൽ നീക്കിയിട്ട് വിധൂതമോഹ വൈ എല്ലാം ജ്ഞാനം കൊണ്ട് മായാമോഹത്തെ മുഴുവൻ ദൂരീകരിച്ച് ഉപരതിയെ പ്രാപിച്ചു, അടങ്ങി എന്ന് പറയാണ്. എന്താണ്? ഉർവശിയുടെ ലോകം വിട്ടു, ഉർവശിയെ പറ്റി കംപ്ലീറ്റ്ലി വിട്ടു ഇങ്ങനെ ചെയ്തിട്ട്. അതായത് ഭഗവാൻ പറയാണ് ആ ചക്രവർത്തി സമ്രാട്ട് അല്ലേ, പുരൂരവസ എന്ന ആ ചക്രവർത്തി ഇങ്ങനെ ഈ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ആ ഗാനം ആലപിച്ചുകൊണ്ട് ഉർവശിയുടെ ലോകത്തിൽ നിന്ന് മടങ്ങി. മീൻസ് ഉർവശിയെ മനസ്സിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറ്റി. എന്നിട്ട് ആത്മജ്ഞാനം നല്ലോണം ഉള്ളിൽ പൊങ്ങി ഉദിച്ചു വന്നു. ആ ആത്മജ്ഞാനം കൊണ്ട് മനസ്സിലെ മായാമോഹത്തിനെ മുഴുവൻ ഉപേക്ഷിച്ചു. അതായത് ആ ആത്മാവിൽ അഖണ്ഡബോധരൂപമായിട്ടുള്ള എന്നെ കണ്ടെത്തി. ആര്? അതുകൊണ്ട് ആ പിന്നെ പുരൂരവസ് ജ്ഞാനം വന്നപ്പോൾ ആ മറ്റേ ചിന്തയൊക്കെ വിട്ട് എന്നെ അറിഞ്ഞിട്ട് ജ്ഞാനം കൊണ്ട് ആ മായാമോഹത്തിനെ മുഴുവൻ ദൂരീകരിച്ച് നല്ല ശാന്തനെ ഉപരതിയെ പ്രാപിച്ചു എന്നാണ് പറഞ്ഞത്. സർവത്തിൽ നിന്നും ഉപരമിച്ചു. അതായത് ആ വേൾഡ്ലി ആയിട്ടുള്ള എല്ലാ കാര്യത്തിൽ നിന്നും. ഈ ഒരു അനുഭവം ആക്ച്വലി പുരൂരവസനെ വളരെ നന്നായി ജ്ഞാനിയാക്കി. കാരണം വൈരാഗ്യം വന്നു, വിവേകവും വന്നു, അപ്പം മനസ്സ് ശുദ്ധമായി, അപ്പം ഭഗവാൻ അതിനുദിച്ചു. അപ്പം ഈ ഒരു അനുഭവം ദുഃഖിച്ചു വെച്ചാലും അത് പുരൂരവസിൻ്റെ മോക്ഷത്തിന് തന്നെ കാരണമായി. ഏവം പ്രഗായൻ നൃപദേവദേവ സ ഉർവശീലോകമഥോ വിഹായ ഉപേക്ഷിച്ചു ഉർവശിയുടെ ലോകം. ആത്മന്യവഗമ്യ മാം വൈ എന്നെ തന്നെ പരമാത്മാവായ അഖണ്ഡബോധരമായ എന്നെ തന്നെ അറിഞ്ഞ് ഉപാരമേ ജ്ഞാനവിധൂതമോഹ ജ്ഞാനം കൊണ്ട് അജ്ഞാനത്തെ മുറിച്ച് കളഞ്ഞ് ഉപരതിയെ പ്രാപിച്ചു. ഉപരമിച്ചു മീൻസ് നല്ല മനസ്സ് ശാന്തമായിട്ട് എല്ലാത്തിൽ നിന്നും വിരമിച്ചു. തതോ ദുസ്വംഗമുത്സൃജ്യ സൽസു സജ്ജേത ബുദ്ധിമാൻ സന്ത ഏതസ്യ ചിന്തന്തി മനോവ്യാസംഗമുക്തിഭിഹി. അതുകൊണ്ടാണ് സത്സംഗത്തിൻ്റെ കഥ പറയണ. അപ്പോൾ പറയണ തതഹ അതുകൊണ്ട് ബുദ്ധിമാൻ, വിവേകമുള്ള ആൾ, ബുദ്ധിയുള്ള ഏതൊരാളും ദുസ്സംഗം ഉത്സൃജ്യ ദുസ്സംഗത്തെ ഉപേക്ഷിച്ച് സൽസു സജ്ജേത സാധുക്കളോടുകൂടി ചേരണം, സജ്ജനങ്ങളോട് ചേരണം. സന്തഹ എന്തുകൊണ്ടെന്നാൽ ഉക്തിഭി അതായത് നല്ല ഉപദേശങ്ങളാൽ, ഉക്തിഭി പറഞ്ഞാൽ അവനോട് ഹിതമായിട്ടുള്ള വാക്കുകളാൽ, ഏതസ്യ ഇവൻ്റെ മനോവ്യാസംഗം വിഷയങ്ങളിൽ മനസ്സിൻ്റെ സംഘത്തിനെ ചിന്തന്തി ഇല്ലാതാക്കി തീർക്കുന്നു. എന്താണ് ഭഗവാൻ പറയണേ? അതായത് ജ്ഞാനം ഉദിച്ചു. അപ്പോഴാണ് ഈ മായാമോഹമൊക്കെ നിവർത്തനായി ഉപരതിയെ പ്രാപിച്ചു പറഞ്ഞില്ലേ. അതുകൊണ്ട് സത്യം കണ്ടുപിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വിവേകിയായിട്ടുള്ള ആളും അല്ലെങ്കിൽ മുമുക്ഷുവായിട്ടുള്ള ഒരാൾ ഭഗവാനെ തന്നെ പ്രാപിക്കണം, സത്യം അന്വേഷിക്കണം ഒരു ബുദ്ധിയുള്ള ആൾ ദുസ്സംഗത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ച് സത്സംഗത്തിൽ തന്നെ ഏർപ്പെടേണ്ടതാണ് എന്നാണ് പറയുന്നത്. അതായത് ഈ സത്യം അറിയണ സജ്ജനങ്ങൾ മനസ്സിനെ സത്യത്തോട് അടുപ്പിക്കും, എന്നിട്ട് നമ്മുടെ ദുഃഖത്തിനെ ഇല്ലാതെയാക്കും. അതുകൊണ്ട് വളരെ പ്രധാനമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് സത്യം അന്വേഷിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമാനായിട്ടുള്ള ആളാ അല്ലെങ്കിൽ വിവേകിയായിട്ടുള്ളൊരു മുമുക്ഷു അതുകൊണ്ട് ദുസ്സംഗത്തിനെ പൂർണ്ണമായും ഉപേക്ഷിച്ച് സജ്ജനങ്ങളെ പ്രാപിക്കണം. എന്നാൽ
അവരുടെ ഹിതോപദേശങ്ങളെ കൊണ്ട്, അതാണ് ഉക്തിഭി പറഞ്ഞത്, ഹിതോപദേശങ്ങളെ കൊണ്ട് ഈ മനസ്സിൻ്റെ ഉള്ളിലത്തെ വിഷയ സുഖത്തിനോടുള്ള ആ ഒരു രാഗം മുഴുവനായിട്ടും അവരില്ലാണ്ടാക്കി തീർക്കും. അതോടെ ദുഃഖം തീരും. വിഷയങ്ങളിൽ വിഷയസുഖം അനുഭവിക്കാൻ പോയിട്ടാണല്ലോ നമുക്ക് ദുഃഖം ഉണ്ടാവണേ. അപ്പോൾ വലിയ സജ്ജനങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സ് അതിന്ന് മാറും. അപ്പം അത് നമുക്ക് വിഷയങ്ങളിൽ മനസ്സ് പോവാതിരുന്നാൽ ദുഃഖമില്ലേണ്ടേവി. അതാണ് ഇതിൽ പറഞ്ഞത്. അതുകൊണ്ട് ദുസ്സംഗത്തിനെ നമ്മൾ അകലെ നിർത്തണം. അതായത് ദുസ്സംഗം പൂർണ്ണമായിട്ടും നമ്മൾ വെടിയണം എന്ന് പറയുകയാണ്. സജ്ജനങ്ങളുടെ അടുത്ത് പോകണമെന്ന് പറയുന്നത് തന്നെ അതാണല്ലോ. അവരുടെ വാക്കുകളെ കൊണ്ട് നമ്മുടെ മനസ്സ് വളരെയധികം മാറും. ദുർജനങ്ങൾ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യണ പോലെ തന്നെ സജ്ജനങ്ങൾക്ക് നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യാം. അപ്പോൾ ദുർജനങ്ങളെ അകറ്റി നിർത്തല്ലേ ഭേദം. ഇനി തതോ ദുസ്സംഗമുസജ്യ സൽസു സഞ്ജേത ബുദ്ധിമാൻ സന്ത ഏതസ്യ ചിന്തന്തി മനോവ്യാസംഗമുക്തിഭിഹി. ഇനി ആരാ സജ്ജനങ്ങളെന്ന് അറിയണമല്ലോ എന്നാല് അതാണ് ഭഗവാൻ ഈ അടുത്തേരി പറയുന്നത്. സന്തോനപേക്ഷ മച്ചിത്താഹ പ്രശാന്താഹ സമദർശിന നിർമ്മമാ നിരഹങ്കാര നിർദ്വന്ദ്വ നിഷ്പരിഗ്രഹാഹ. എങ്ങനെയുള്ള ആൾക്കാരാണ്? ഇതിനു മുമ്പേ നമ്മൾ സജ്ജനങ്ങളുടെ പറഞ്ഞു അല്ലേ, ഭക്തൻ്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു. അതിലൊക്കെ സെയിം തന്നെ വരും. നോക്കാം. സന്തഹ മീൻസ് സജ്ജനങ്ങൾ, അനപേക്ഷാഹ അവർ ഫലാപേക്ഷ ഒന്നിലും അവർക്ക് ആഗ്രഹത്തോടു കൂടിയല്ല അവരൊരു കാര്യവും ചെയ്യണം. അനപേക്ഷന്മാരാണ്, ഒന്നിലും അപേക്ഷയില്ലാത്തവരാണ്. മച്ചിത്താഹ അതുകൊണ്ട് തന്നെ എന്നിൽ തന്നെ മനസ്സിനെ നിർത്തിയവരും. ചിത്തത്തിൽ ഞാൻ മാത്രം ഉള്ളവരും. പ്രശാന്താഹ അതുകൊണ്ട് തന്നെ ഒന്നും ഫലാപേക്ഷയോടുകൂടി ചെയ്യാത്തതുകൊണ്ട് അവർക്ക് ആശങ്കകളില്ല. അതുകൊണ്ട് വളരെ ശാന്തന്മാരും. നിർമ്മമാഹ അതുകൊണ്ട് ആരോടും ഒരു പ്രത്യേകിച്ച് ഒരു മമത അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തവരും. നിരഹങ്കാരം അഹങ്കാരത്തിൻ്റെ കണിക പോലും ഇല്ലാത്തവരും. നിഷ്പരിഗ്രഹ അതായത് ഏതിലും ബന്ധമില്ലാത്തവരായും. നിർദ്വന്ദ്വാഹ അതായത് ദ്വന്ദ്വങ്ങളെ ഒരുപോലെ കാണുന്നവരും. അതായത് പ്രതികൂലവും അനുകൂലം ആയിട്ടുള്ള അനുഭവങ്ങളെ മുഴുവൻ ഒരേപോലെ അഭിമുഖീകരിക്കുന്നവരും നിർദ്വന്ദ്വന്മാർ വെച്ചാൽ ദ്വന്ദ്വാതീതന്മാരാണ്. അവർക്ക് മാനം അവമാനം ചൂട് തണുപ്പ് ദുഃഖം സുഖം ഒക്കെ ഒരുപോലെയാണ് നിർദ്വന്ദ്വന്മാർക്ക്. അതാണ് ദ്വന്ദ്വങ്ങളോടൊക്കെ ഒരേപോലെ ദ്വന്ദ്വങ്ങളെ അഭിമുഖീകരിക്കുന്നവർ. സമദർശിന എല്ലാവരിലും ഈശ്വരനെ കാണുന്ന ആൾക്കാരാണ്. അപ്പം എന്താ സമദർശിത്വം എന്ന് പറയും. അതായത് ഭേദഭാവനയില്ല. ഒരാൾ നികൃഷ്ടനാണ് ഒരാൾ ഉത്കൃഷ്ടനാണ് എന്നുള്ള വിചാരമൊന്നുമില്ല. കാരണം എല്ലാവരിലും ഭഗവത് സാന്നിധ്യം കാണുന്നവരാണ് സജ്ജനങ്ങൾ. അപ്പോൾ എന്താണ് സജ്ജനങ്ങളുടെ ഒരു സജ്ജനങ്ങളുടെ എന്താ പറയുക ലക്ഷണങ്ങൾ എന്താ അതിൽ പറഞ്ഞത്? ആരാ സജ്ജനങ്ങളെന്നാണ് പറയണേ? ആരിൽ നിന്നും ഒന്നും ആഗ്രഹിക്കില്ല. അനപേക്ഷന്മാരെ പറഞ്ഞില്ലേ, അവർ എന്നിൽ തന്നെ ഭഗവാൻ പറയാണ് ആ സജ്ജനങ്ങളൊക്കെ ആരെന്നും ഒന്നും കിട്ടേണ്ടതായിട്ടില്ല. അവർ എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച് ശാന്തന്മാരായും സമദർശികളായും എപ്പോഴും ഒന്നിലും നിർദ്വന്ദ്വന്മാരായും ഒന്നിനോട് നിർമ്മമന്മാരായും നിരഹങ്കാരന്മാരായും അവർ കഴിയണം. അതായത് നല്ല ശാന്തരാണ്, സമദർശികളാണ്, ഒന്നിനോടും മമത ഇല്ല, ഒരിടത്തും ഞാനാണ് എൻ്റെ എന്നുള്ള അഹങ്കാരമില്ല. എപ്പോഴും ആരെ കണ്ടാലും അതിൽ ഈശ്വര സാന്നിധ്യം കാണുന്നതുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ കാണുന്നു. എത്ര നല്ലതാണല്ലേ. അപ്പം നമുക്ക് സജ്ജനങ്ങളെ കണ്ടാൽ മനസ്സിലാക്കാം. സന്തോനപേക്ഷാ മച്ചിത്താഹ പ്രശാന്താഹ സമദർശിനഃ നിർമ്മമാ നിരഹങ്കാര നിർദ്വന്ദ്വ നിഷ്പരിഗ്രഹാഹ. അതാണ് സജ്ജനങ്ങൾ. ഒന്നും കൂടി ചെയ്യാം. പിന്നെ അവരടുത്ത് വന്നാൽ തന്നെ നമുക്ക് അവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ നമുക്ക് ആനന്ദം വരുമെന്ന് പറയുകയാണ്. തേഷു നിത്യം മഹാഭാഗേഷു മത്കഥാഹ സംഭവന്തി ഹിതാനൃണാം ജൂഷതം പ്രഭുനന്ത്യഖം. അതാണ് അവർക്ക് എപ്പോഴും ഭഗവാന്റെ വർത്തമാനേ പറയാനുള്ളൂ.
അവർ മഹാഭാഗ ഈ ഹേ മഹാഭാഗ്യവാനെ എന്ന് ഉദ്ധവനെ വിളിക്കുകയാണ്. മഹാഭാഗ്യേഷു തേഷു മഹാഭാഗ്യം സിദ്ധിച്ച ആ മഹാത്മാക്കൾ അവരിൽ മത് കഥ എൻ്റെ കഥകൾ നിത്യം സംഭവന്തി. അവരെപ്പോഴും സജ്ജനങ്ങളെ എൻ്റെ കഥകളെ പറ്റിയാണ് പറയുക. എന്ത് പറയണമെങ്കിലും എൻ്റെ കഥ കൊണ്ട് ഉദാഹരിക്കും. അല്ലെങ്കിൽ എന്ത് പറയണമെങ്കിലും എൻ്റെ കഥയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയല്ലേ ഭഗവാൻ പറഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് ചെയ്യേണ്ട പറയും. അല്ലെങ്കിൽ ഭഗവാന്റെ ലീലകളെപ്പറ്റി വർണ്ണിക്കും, അല്ലെങ്കിൽ ഭഗവാന്റെ മാഹാത്മ്യത്തെപ്പറ്റി വർണ്ണിക്കും. സജ്ജനങ്ങൾക്ക് അതാണ് പണി. അതുകൊണ്ട് ഹേ മഹാഭാഗ്യവാനെ, മഹാഭാഗ്യം സിദ്ധിച്ച അവരിൽ ഈ മഹാത്മാക്കളൊക്കെ എൻ്റെ കഥകളാണ് എപ്പോഴും നിത്യം സംഭവന്തി. അവരുടെ വായെന്ന് എപ്പോഴും എന്നെ പറ്റിയിട്ടുള്ള എൻ്റെ കഥകളും ലീലകളുമാണ് അവരുടെ വായയിൽ എപ്പോഴും. താഹി ആ കഥകളാണെങ്കിൽ ജൂഷതാം ആദരവോടെ കേൾക്കുന്ന നൃണാം ജനങ്ങളുടെ അഖം പാപത്തിനെ പ്രപുനന്തി. എന്നാൽ അവർ സജ്ജനങ്ങൾ പറയണ എന്നെ പറ്റിയിട്ടുള്ള കഥകൾ ആരാണ് ആദരവോടുകൂടി കേൾക്കണ അവരുടെ പാപം നശിക്കും. അതുകൊണ്ടാണ് സജ്ജനങ്ങളുടെ അടുത്ത് പോകണമെന്ന് പറയണത്. നമ്മളുടെ ഒരു എഫർട്ടും ഇല്ലാതെ തന്നെ അവർ പറയണത് ശ്രദ്ധയോടെ കേട്ട് വളരെ ആദരവോടെ കേട്ട് ഭക്തിയോടെ കേൾക്കേ വേണ്ടൂ. എന്നാൽ നമ്മുടെ മനസ്സ് ശുദ്ധമാവും. അതുകൊണ്ടാണ് ഭഗവാൻ പറയണത് എത്ര പ്രധാനമാണെന്ന്. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള സജ്ജനങ്ങൾ, മുമ്പ് പറഞ്ഞ ശ്ലോകത്തിലത്തെ ലക്ഷണമുള്ള സജ്ജനങ്ങൾ എപ്പോഴും അവരെന്താ ചെയ്യുക, അവരെവിടെ നമ്മൾ കണ്ടുമുട്ടിയാലും ഈശ്വര കാര്യങ്ങൾ തന്നെ അവർ പറയും. അപ്പോൾ അത് കേൾക്കണം ആൾക്കാരുടെ മനസ്സിനെ ആ അഖണ്ഡ സത്യമായിട്ടുള്ള ഭഗവാനോട് അടുപ്പിക്കുക. അപ്പം നമ്മുടെ പാപങ്ങളൊക്കെ കുറഞ്ഞു വരും എപ്പോഴും ശ്രവണം ചെയ്യുമ്പോൾ. അങ്ങനെ നമുക്ക് മോക്ഷത്തിലേക്ക് തന്നെ അവർ നയിക്കും നമ്മളെ എന്ന് പറയണം. അതായത് ഈശ്വരൻ്റെ ലീലകളെപ്പറ്റിയും ഈശ്വരൻ്റെ മാഹാത്മ്യത്തെ പറ്റിയിട്ടും ഉള്ളതൊക്കെ ആരാണ് ആദരവോടെ കേൾക്കുന്നത്, അവർ ശരിക്കന്നെ ആത്മാവിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണെന്ന് പറയാം. കാരണം അവരുടെ പാപമൊക്കെ ഇതിങ്ങനെ കേൾക്കണോണ്ട് തന്നെ പോവും. അതായത് അവർക്ക് അങ്ങനെ എൻ്റെ കഥകളിൽ ശ്രദ്ധയും ഭക്തിയും വരുമ്പോൾ അവരുടെ പാപം പോകുമെന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ അതിലല്ലേ. അപ്പം നമുക്ക് 28 ചൊല്ലി നിർത്താം. തേഷു നിത്യം മഹാഭാഗേഷു മത്കഥാഃ സംഭവന്തി ഹിതാ നൃണാം ജൂഷതാം പ്രപുനന്ത്യഖം. അതായത് ശുദ്ധീകരിക്കണേ. കാരണം ഭഗവാന്റെ ലീലകളെ അത് കേട്ടാൽ അത് കേൾക്കണവരുടെ സർവ ദുർവാസനകളെയും അത് ശമിപ്പിക്കുകയും അതാണ് അഖം പാപത്തിനെ മുഴുവൻ നശിപ്പിക്കണു എന്ന് പറഞ്ഞ് നമുക്കിന്ന് ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.